നമസ്കാരം. അപ്പോൾ ഞാൻ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കും, തീർച്ചയായിട്ടും നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ അതിന് വേണ്ടി സഹായിക്കും എന്നൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ 2026 ജനുവരി ഓൾറെഡി കഴിഞ്ഞു, ഫെബ്രുവരിയിലേക്ക് നമ്മൾ കടന്നു. നിങ്ങൾ എത്ര പേര് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് അതൊക്കെ സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനിയും മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്നെ കമൻസായിട്ട് തീർച്ചയായിട്ടും അറിയിക്കും. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദേവകി അമ്മ എന്ന് പറഞ്ഞ ഞാൻ കണ്ട ഒരു പോസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് വായിക്കാം. 44 വർഷങ്ങൾ കൊണ്ട് ആലപ്പുഴയിൽ 5 ഏക്കർ ഭൂമിയിൽ 3000-ലധികം ഔഷധ മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിച്ച ഒരു ഓർഗാനിക് എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുത്ത ദേവകി അമ്മയ്ക്ക് 92-ാം വയസ്സിൽ പത്മശ്രീ. അപ്പോൾ 92 വയസ്സിൽ പത്മശ്രീ കിട്ടിയ അമ്മയാണ് ദേവകി അമ്മ. 3000-ലധികം ഓർഗാനിക് ആയിട്ടുള്ള ഔഷധ ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഓർഗാനിക് എക്കോസിസ്റ്റം തന്നെ ഉണ്ടാക്കിയതിനാണ് 44 വർഷങ്ങൾ കൊണ്ടാണ് അമ്മയുടെ ആലപ്പുഴയിൽ ചെയ്തത്. 5 ഏക്കർ ഭൂമിയിലാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയി. അപ്പം എനിക്ക് തോന്നി ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യണം, ദേവകി അമ്മയായിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാകണം എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഇതുവരെ അതിന് വേണ്ടിയിട്ട് എനിക്കൊന്നും സ്റ്റെപ്പായിട്ടൊന്നും ചെയ്യാനോ പറയത്തക്ക റിവീൽ ചെയ്യത്തക്ക അച്ചീവ്മെൻ്റ് ഒന്നും സാധിക്കുകയും ചെയ്തിട്ടില്ല. എങ്കിലും അതെനിക്കൊരാഗ്രഹമായിട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് അത് ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈയിടെയായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് പെൻഗ്വിൻ്റെ വീഡിയോയിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പെൻഗ്വിൻ ഒറ്റയ്ക്ക് മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്തതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഒരുപാട് പേരെങ്കിലും പല പല രീതിയിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ആ പെൻഗ്വിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ വരെ അവർ പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ആ ഡോക്യുമെൻ്ററിയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് 1981 നടന്നിട്ടുള്ളത്. 15 വർഷം മുമ്പ് നടന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. അതിൽ ഈ പെൻഗ്വിൻസ് പൊതുവെ അവർക്ക് വെള്ളവും ഫുഡും ഒക്കെ കിട്ടുന്ന ക്ലൈമറ്റ് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പെൻഗ്വിൻസ് ചേക്കേറി പോകാറുണ്ട് ക്ലൈമറ്റ് അനുസരിച്ച്. അങ്ങനെ ഒരു പെൻഗ്വിൻ്റെ കൂട്ടം 2 ദിശയിലേക്ക് പോയി. 2 ദിശയും വെള്ളത്തിൻ്റെ അടുത്തേക്കും അനുകൂലമായ കാലാവസ്ഥയുടെ അടുത്തേക്കും ഫുഡ് കിട്ടുന്ന രീതിയിലേക്കുമാണ് പോയത്. അപ്പോൾ പെൻഗ്വിൻ റൈറ്റിലേക്ക് പോയവരെയും ലെഫ്റ്റിലേക്ക് പോയവരെയും കുറച്ച് നേരം നോക്കി നിന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഒരിക്കലും വെള്ളം കിട്ടില്ല, ഫുഡ് കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വലിയ മലനിരയുടെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി സ്വയം തീരുമാനിച്ചു. കുറേ അധികം ദൂരെ ചെന്ന് നിന്നിട്ട് വീണ്ടും അത് കൂട്ടങ്ങളിലേക്കൊന്നും നോക്കി, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. അപ്പോഴേക്ക് അവർ കുറേ ദൂരം പോയിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും അത് ആ തിരഞ്ഞെടുത്ത പാതയിലോട്ട് തന്നെ, ആ മലനിരയിലോട്ട് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചു. അത് ഒരു ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം മനുഷ്യർ കുറച്ച് ദൂരമൊക്കെ ഇതിനെ ചേസ് ചെയ്ത് പോയെങ്കിലും അതിനെ തിരിച്ച് ആ പെൻഗ്വിൻ്റെ കൂട്ടത്തിലേക്ക് ഫോഴ്സ് ചെയ്ത് വിടാൻ അവർ തയ്യാറായില്ല. പക്ഷെ മനുഷ്യരെയൊക്കെ കണ്ടിട്ടും അത് പിന്തിരിഞ്ഞ് നടക്കാൻ തയ്യാറാകാതെ സ്വയം തിരഞ്ഞെടുത്ത വഴിയിലേക്ക് നടന്നു പോകാൻ ചെയ്തത്. 1981 ഈ സംഭവം നടക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അതൊരു ഡിപ്രഷൻ ആണെന്നോ എന്തുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്തെന്നോ ഒക്കെ, എത്ര ദൂരം അത് നടന്നെന്നോ ഒക്കെ ഒരു ചർച്ചാ വിഷയമായി. ഡൊണാൾഡ് ട്രംപ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യേണ്ടായി ട്വിറ്ററിലൂടെ, എക്സ് എന്നാണ് പറയപ്പെടുന്നത്, അതിലൂടെ ഷെയർ ചെയ്യേണ്ടായി. അങ്ങനെയാണ് ഇതൊരു ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ ഈ 15 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഈ വീഡിയോ 10 മില്യൺ വ്യൂസ് അടിക്കുന്നത്. അതിൽ ഒരു കമൻ്റ് എന്നെ ശ്രദ്ധ ആകർഷിച്ചു. അതുപോലെ തന്നെ ഒരു 64K ലൈക്ക് ആ കമൻറ്റിന് കിട്ടി. അതോടെ എനിക്കൊന്ന് വായിക്കണം തോന്നിയത്. @dogojo7148 എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് 4 വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട ഒരു കമൻ്റാണ്. Where should I go? To the left, where nothing is right, or to the right, where nothing is left? The penguin probably. പെൻഗ്വിൻ അതായിരിക്കാം ചിന്തിച്ചത് എന്ന് എഴുതിയിരിക്കുന്ന ഒരു കമൻ്റാണ്. അതിനിപ്പോൾ 64
ലൈക്കാണ് ആ കമൻറ്റിന് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ഡോക്യുമെൻ്ററിയാണ്. 15 years എഗോ ആണ് വന്നത്. പെൻഗ്വിൻ ഡിപ്രസ്ഡ് 2007 ട്വിറ്ററിൽ ആണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 1981 എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ട്വിറ്ററിൽ 1981 8.08K സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആ ചാനലിനുണ്ട് കേട്ടോ. ഞാൻ നോക്കുന്ന സമയത്ത് 3 വീഡിയോസ് മാത്രമേ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻസെനിറ്റി എമംഗ് പെൻഗ്വിൻസ് ഗോൺ ക്രേസി ബിക്കോസ് പെയ്ഡ് ഇനഫ് ഫോർ കോളനി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നത്. ഡാഷിങ് ആസ് റോക്ക് അതിൻ്റെ ആ ഒരു വായിച്ചിരിക്കുന്ന രീതിയാണ്, ആ ഡോക്യുമെൻ്ററി അവതരിപ്പിച്ചിരിക്കുന്ന രീതിയിൽ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. ഡാഷിങ് ആസ് റോക്ക് എഡ്യൂക്കേറ്റ് സറൗണ്ടിങ് ആൻഡ് എൻഡ് അപ്പ് എ ലോങ് വേ ഫ്രം ഓഷ്യൻ, എ പ്ലേസ് ദേ ഷുഡിൻറ്റ് ബി. Colony to the right on in center, neighbor go towards the feeding grounds at the edge of the ice. No return to the colony, heading straight towards the mountain 70 kilometers away. Henry explained even if he called him or begged him to come back to colony, he would immediately back for the mountains. But why? Showed up in Howe Harbour's 80 kilometers away from where it should be. Human let him go on his way, interior of vast continent with 5,000 kilometers ahead of him. He is heading towards certain death. ആണ് ആ കമൻ്ററിയിൽ ആയിട്ട് ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇനിയും കുറേയൊക്കെ ഒന്നും മനസ്സിലായില്ല എങ്കിലും 70 കിലോമീറ്റർ അത് ഉണ്ടായിരിക്കേണ്ട സ്ഥലത്തു നിന്നും ദൂരെയാണെന്നും 5000 കിലോമീറ്റർ ഇനിയും അതിൻ്റെ ഫ്രണ്ടിലുണ്ടെന്നും തീർച്ചയായിട്ടും മരണത്തിലേക്കാണ് നടന്നു പോകുന്നതെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി അങ്ങോട്ട് പോയത്. ആരതിനെ തടഞ്ഞിരുന്നെങ്കിലും അത് തിരിച്ചു വരാൻ തയ്യാറാകുമായിരുന്നില്ല എന്നാണ് ഈ രംഗം ചിത്രീകരിച്ച കണ്ടു നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ ബൈ.